നിങ്ങൾക്ക് മറ്റുള്ളവരെ കാമാക്കാൻ പറ്റാറുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് കാമാകാൻ പറ്റാറില്ല. ഇത് പലപ്പോഴും കെയർ ടേക്കർ റോൾ കൊണ്ട് ഉണ്ടാവുന്ന ഒന്നാണ്. അതായത് കുട്ടിക്കാലത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്തായിരിക്കും വളർന്നു വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ പാരന്റ്സിന്റെ സ്ട്രെസ് ആവാം, സിബ്ലിങ്സിന്റെ ഫിയർ ആകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം പഠിച്ചിരിക്കുന്നത് എപ്പോഴും കാം ആൻഡ് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുക എന്നുള്ളതാണ്. നിങ്ങൾ വലുതാകുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ നിങ്ങളെ ആയിരിക്കും ആദ്യം വിളിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം അവരോട് എന്ത് സംസാരിക്കണം, അവരെങ്ങനെ കാമാക്കണമെന്ന്. പക്ഷെ സ്വന്തമായിട്ടൊരു വിഷമം വരുമ്പോൾ നിങ്ങളെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആവും. നിങ്ങൾ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യും ആൻഡ് ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത പോലെ ഇരിക്കും. ഇത് പലപ്പോഴും പണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഇതൊരു വീക്ക്നെസ് അല്ല, നമുക്ക് സെൽഫ് റെഗുലേഷൻ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സോ സ്റ്റാർട്ട് സ്മോൾ, റെഗുലേറ്റ് വിത്ത് അനദർ ഹ്യൂമൻ ബീങ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നുന്ന ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് ആകാം. കാരണം കണക്ഷൻസിലൂടെയാണ് നെർവസ് സിസ്റ്റം കാംനെസ് പഠിക്കുന്നത്. അതിനുശേഷമാണ് സെൽഫ് റെഗുലേഷൻ പോസിബിൾ ആകുന്നത്.